ഉത്സവം തുടങ്ങിയത്. തുടർന്ന് ഗണപതി ഹോമം, കലശപൂജ, ഗൂഢാന പൂജ, ശ്രീബലി, രുദ്രാഭിഷേകം, നവകലാഭിഷേകം എന്നിവ നടന്നു. 11-ന് നടന്ന കാവടിയാട്ടം ദൃശ്യവിസ്മയ കാഴ്ചകൾ ഒരുക്കിയാണ് ആടിത്തകർത്തത്. പീലിക്കാവടികളും പൂരക്കാവടികളും നിറഞ്ഞാടിയതോടെ നാടും നഗരവും ഭക്തമുഖരിതമായി മാറി. ഉച്ചപൂജയ്ക്ക് ശേഷം നടന്ന പ്രസാദ ഊട്ടിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് 1:30-ഓടെ കുറ്റിക്കാട്ട് ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ നിന്നും 6 ആനകളോടും പഞ്ചവാദ്യത്തോടും കൂടി പുറപ്പെട്ട് വഴിയമ്പലം അയിരൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രദക്ഷിണ വെച്ചാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. 100-ൽ പരം വാദ്യമേള കലാകാരന്മാരും 7 ഗജവീരന്മാരും അണിനിരന്ന പൂരം കാണികൾക്ക് പുത്തൻ അനുഭൂതിയാണ് നൽകിയത്. കേരളത്തിലെ തലയെടുപ്പുള്ള 7 ഗജവീരന്മാർ അണിനിരന്നതോടെ മേളാസ്വാദകർക്കും ആനപ്രേമികൾക്കും നയനമധുര കാഴ്ചയാണ് കിട്ടിയത്. പുല്ലൂർ സജു ചന്ദ്രനും സംഘത്തിന്റെ പഞ്ചവാദ്യവും ചെണ്ടമേളവും കാണാൻ ദൂരെ നിന്നും ആളുകൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. പകൽപൂരത്തിന് ശേഷം നടന്ന ദീപാരാധന തൊഴുതാണ് ഭക്തർ ക്ഷേത്രം വിട്ടത്. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രിമാരായ CK തിലകൻ ശാന്തി, കൊച്ചാപ്പു ശാന്തി തുടങ്ങിയവർ നേതൃത്വം നൽകി.